എല്ലാവർക്കും നമസ്കാരം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഹരഹരോ ഹരഹര എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. എന്താണ്, നമുക്ക് മെഡിറ്റേഷനിലൂടെ പിന്നെ മാനിഫെസ്റ്റേഷനിലൂടെ ഒക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അതെല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ കുറേയേറെ നെഗറ്റിവിറ്റി വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമ്മുടെ മനസ്സ് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറ്റാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഉത്ബോധ മനസ്സിലുള്ള കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം, അല്ലേ? ആ സാഹചര്യം സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ അതുപോലുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുകയും പോസിറ്റീവായിട്ടുള്ള അട്രാക്ട് ചെയ്യുകയും പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ പ്രാർത്ഥന വേണമെന്ന് എപ്പോഴും പറയാറുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പ്രാർത്ഥന വേണമെന്ന്. നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരും, അല്ലേ? നമുക്ക് പരീക്ഷണമായിട്ടും അല്ലാതൊക്കെ വരും. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തോ പാപകർമ്മത്തിന്റെ ഫലം, അതിൽ ഈ ജന്മത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തതിന്റെ ഫലമൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. അങ്ങനെയാണ് ഒരു ജീവിതം. ജനിക്കുമ്പോൾ തൊട്ട് മരണം വരെയുള്ള ജീവിതത്തിൽ വരുന്ന ഓരോ ഘടകങ്ങളും, നമ്മൾ അറിയാതെ ചെയ്ത കാര്യങ്ങളും അറിഞ്ഞ് ചെയ്ത കാര്യങ്ങളും നമ്മൾ ഒരു സമയമാകുമ്പോൾ അനുഭവിക്കേണ്ടി വരും. അതിനായിട്ട് നമ്മൾ ഇതൊക്കെ അനുഭവിക്കാതെ ഭഗവാനെ സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ഈ കലിയുഗത്തിൽ പെട്ടെന്നാണ് ഇതൊക്കെ ഏൽക്കുന്നത്. നമുക്ക് ഒരു ചിന്തയും കൂടാതെ നമ്മുടെ എല്ലാ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതെ നമ്മളെ സംരക്ഷിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിർത്തും ഭഗവാൻ. അതാണ് നാമജപത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. നാമജപം എന്ന് പറയുന്നത് മന്ത്രങ്ങൾ എടുക്കാതെ സ്തോത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ഉള്ള ആ ഒരു ഭക്തി നമുക്ക് തുറന്ന് കാണിക്കാം. അതായത് രാവിലെ നമുക്ക് എഴുന്നേറ്റ് ഏത് സമയത്താണോ എഴുന്നേക്കുന്നത് ആ സമയത്ത് കുളിച്ച്, ഇപ്പം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കാൻ പറ്റാത്തവർ ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മൾ ഏത് സമയത്താണോ എഴുന്നേക്കുന്നത് ആ സമയത്ത് എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഞാനാണെങ്കിൽ നെയ്വിളക്ക് കൊളുത്താറുണ്ട് ഈ കുറച്ച് നാളായിട്ട്. കാരണം എനിക്ക് അങ്ങനെ തോന്നി, ഇഷ്ടപ്പെട്ട ഭഗവാന്റെ മുന്നിൽ ഒരു നെയ്വിളക്ക് കൊളുത്തണമെന്ന്. പൂജാ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് കിട്ടും, നല്ല മിൽമയുടെ നെയ്യ് കിട്ടും. അതൊക്കെ ഇപ്പൊ എത്രമാത്രം ശുദ്ധിയാണെന്ന് അറിയില്ല, പക്ഷെ അതേ കിട്ടാനുള്ളല്ലോ. നമുക്ക് ആ നെയ്യ് മേടിച്ചിട്ട് നമുക്ക് പിന്നെ വിളക്ക് കത്തിക്കാം. ചെരാതില് ഒരു തിരിയിട്ട് ഭഗവാന്റെ മുന്നിൽ വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കാം. ആ നാമജപം ഒന്ന് ജപിച്ച് നമ്മുടെ മനസ്സൊക്കെ ശാന്തമായി ഒക്കെ വെക്കാം. അതാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളിങ്ങനെ ജപിക്കും തോറും നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഭഗവാൻ മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് വന്ന് തന്നുകൊണ്ടിരിക്കും. നമ്മൾ ചൊല്ലുന്നത് എന്താണ്? ഭഗവാന്റെ പ്രാർത്ഥനകൾ എന്ന് സ്കന്ദഷഷ്ടി കവചം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്മളെ അടുക്കത്തില്ല. അത് ആൾക്കാരായാലും പിന്നെ അല്ലാതായാലും നമ്മളെ അടുക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. സ്കന്ദഷഷ്ടി കവചത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജപിക്കുമ്പം എനിക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കര ശാന്തതയാണ്. ഞാൻ ഏത് സമയത്തും ജപിക്കും. ഇന്നതൊന്നുമില്ല. എനിക്ക് ഉച്ചയ്ക്ക് ജപിക്കാൻ തോന്നിയാൽ ഉച്ചയ്ക്ക് ജപിക്കും, വൈകിട്ടെങ്കിൽ വൈകിട്ട്, അങ്ങനെയാ. എനിക്ക് എപ്പോൾ തോന്നും അപ്പോൾ ഞാൻ ജപിക്കും. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ജപം നിർത്താം. ജപിക്കുന്നതിന് മുമ്പ് ഗണപതി ഭഗവാനെ ഒന്ന് സ്തുതിച്ചിട്ട്, ഗണപതി ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട്, കുടുംബ ദൈവങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ജപിക്കാൻ. കാരണം ഗണപതി ഭഗവാനാണ് വിഘ്നങ്ങൾ മാറ്റിത്തരുന്നത്. നമ്മുടെ ഈ ജപം മുടക്കരുത്. ഇവിടെ നിന്നും ഒരു വിഘ്നങ്ങൾ വരരുത്. ഭഗവാനെ ഗണപതി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ കുടുംബ ദേവതകളെ മറക്കരുത്, കുടുംബ ദേവതകളെ വിളിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ എഴുതിയത് ആരാണിത്? ബാലദേവരായ സ്വാമികളാണ് സ്തുതിച്ചത്. ബാലദേവരായ സ്വാമികൾക്ക് ഒരു പാദ നമസ്കാരം ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്കന്ദഷഷ്ടി കവചം ജപിക്കുക. തിരുപ്പുകളാണെങ്കിൽ അരുണഗിരിനാഥസ്വാമിക്ക് ഒരു പാദ നമസ്കാരം ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ തിരുപ്പുകൾ ജപിക്കാവുന്നതാണ്. അങ്ങനെ ജപിച്ച് കഴിയുമ്പം നമുക്ക് നല്ല മാറ്റമാണ് മനസ്സിനുണ്ടാകുന്നത്. പുറമേ നമ്മൾ അട്രാക്ട് ചെയ്യുന്നതും അതുപോലെ ആയിരിക്കും. തിരുപ്പുകളെ സംബന്ധിച്ചിടത്തോളം തിരുപ്പുകളിൽ ഓരോരോ കാര്യങ്ങളുണ്ട്. 18 തിരുപ്പുകളാണ് എനിക്ക് കിട്ടിയത്. ഈ 18 തിരുപ്പുകളിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ധനസമൃദ്ധിക്ക്, പിന്നെ അറിവിന്, പിന്നെ നമുക്ക് കലകളുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാൻ, പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾക്കെല്ലാം അങ്ങനെ ഓരോരോ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം.
ഇപ്പം ഇത് 108 തവണ എടുത്തെന്ന് വെച്ചു. 108 തവണ ഞാൻ ഈ തിരുപ്പുകൾ ജപിക്ക് ഭഗവാന്റെ പാദത്തിങ്കൽ സമർപ്പിക്കാന്ന് വെച്ചു. നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഭഗവാനോട് ആവശ്യപ്പെടരുത്, ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചാൽ മതി. ആവശ്യപ്പെട്ട് നമ്മൾ ആജ്ഞ തരാൻ വേണ്ടി ഭഗവാനോട് പറയരുത് ഒരിക്കലും. നമ്മൾ ആജ്ഞ കൊടുക്കുന്ന പോലെ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നന്ദിപൂർവ്വം എനിക്കിത് തന്നു കഴിഞ്ഞു എന്നുള്ളൊരു ഫീലോട് കൂടി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാന് വിട്ടുകൊടുക്കുക. അത് നമ്മൾ എന്താണ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടും ഇല്ലാതെ വിശ്വസിച്ചുകൊണ്ട് വിട്ടുകൊടുക്കുക. അതാണ് ആ പ്രാർത്ഥനയുടെ ഫലം കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മൾ തിരുപ്പുകളാണെങ്കിൽ തിരുപ്പുകൾ ഒരു 108 തവണ ചൊല്ലി നമ്മൾ കാര്യം പറയുക. വീടില്ലയോ, വീടിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഒക്കെ തിരുപ്പുകളുണ്ട്. അത് അങ്ങനെയുള്ളതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ധനസമൃദ്ധിക്ക് വേണ്ടി, സമ്പദ് സമൃദ്ധിക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉയർച്ചയില്ലേ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഓരോ ജീവിതത്തിലെ ഭർത്താവിന്റെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടാവുന്നതാണ്. ഈ ഭഗവാന്റെ അനുഗ്രഹം നേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റവും പുറമേ ഉണ്ടാകുന്ന മാറ്റവും വളരെ വലുതാണ്, അത്ഭുതമാണ്. അത് നമുക്ക് കിട്ടുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മ യോഗം പോലിരിക്കും. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അറിയുന്നില്ല എന്തൊക്കെ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. അതിനനുസരിച്ചിരിക്കും നമുക്ക് ആ ഫലം കിട്ടുന്നത്. ചിലപ്പം കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ ഫലം കിട്ടുന്നത്. അതൊക്കെ ഈ പാപകർമ്മ ഫലം മാറാൻ സമയമെടുക്കും. അപ്പം നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണം. ജപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മാറുള്ളൂ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ല അറിഞ്ഞോ അറിയാതെ ചെയ്ത കാര്യങ്ങളുണ്ട്, അതൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഇത് ജപിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ജപിക്കുന്ന അനുസരിച്ച് നമ്മൾ പുതിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് മൊത്തം നല്ലത് മാത്രമേ ചെയ്യാവൂ. ജപിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കുശുമ്പ് പറയാനോ കുറ്റം പറയാനോ അതുപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഒന്നിനും പോകരുത്. എപ്പോഴും നമ്മൾ എന്താണ് നല്ല ഒരു മനുഷ്യനായിട്ട് മാറുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അവരോട് സ്നേഹമായിട്ട് പെരുമാറുക. വശത്തിൽ അരുണഗിരിനാഥസ്വാമി തിരുപ്പുകളിൽ പരാമർശിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. ഗുഹൻ എന്ന് പറഞ്ഞ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളും. അപ്പൊ ആ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളപ്പം നമ്മളും അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുക. അതുപോലെ തന്നെ ആയിത്തീരും ഓട്ടോമാറ്റിക്കലി. ഭഗവാന്റെ അനുഗ്രഹവും ഐശ്വര്യവും എല്ലാം നമ്മളിലോട്ട് എത്തിക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ഇനി എൻ്റെ അനുഭവങ്ങളൊക്കെ വരുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത്രയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത് തന്നെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്നതിലും ഒക്കെ. അപ്പം എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കട്ടെ. നന്ദി, നമസ്കാരം.